ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് ഒരു യോഗം കൂടുകയാണ്. കഴിഞ്ഞ വർഷവും വളരെ നല്ല രീതിയിൽ തന്നെയാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പണികൾ നടന്നത്. ഈ വർഷം അതുപോലെ നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു അതിനൊരു ചെക്ക് ലിസ്റ്റ് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവും. കാലകാലമായിട്ട് ചിലരൊക്കെ കൃത്യമായിട്ടും കുറേ വർഷമായിട്ടുള്ളവരുണ്ട്, പരിചയമുള്ള മുഖങ്ങളുണ്ട്. അപ്പോൾ പുതിയ മേയറുടെ നേതൃത്വത്തിൽ നമുക്ക് ഈ വർഷത്തെ പൊങ്കാല വളരെ കൃത്യമായിട്ടും വളരെ സമയബന്ധിതമായി എല്ലാ പണികളും തീർത്തും ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും. കഴിഞ്ഞ വർഷം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എല്ലാവരും ഉൾപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചത്. ഈ വർഷവും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, കഴിഞ്ഞ വർഷത്തേക്കുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ആറ്റുകാലമ്മയുടെ അനുഗ്രഹവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ വർഷത്തെ പൊങ്കാല നടത്താം. ഞാൻ HS ആണ്, ADM റെപ്രസെന്റേറ്റീവ് വന്നതാണ്. ഇതിനോടകം തന്നെ ഉത്സവ മേഖലാ പ്രഖ്യാപനം ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവധിക്കുള്ള റിക്വസ്റ്റ് സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ പുഷ്പവൃഷ്ടിക്കുള്ള കത്തും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഡേ പ്രഖ്യാപനത്തിന് പോലീസിനും എക്സൈസിനും കത്തയച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്, നേരത്തെ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ സാധാരണ നമ്മൾ ലിസ്റ്റ് വാങ്ങുകയും അത് AS നൽകുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതൊന്ന് പറയാമോ എനിക്ക്? മറ്റേ HOD ഈ എഞ്ചിനീയേഴ്സിനൊക്കെ അതാത് മേഖലകളിൽ അതുപോലെ വിവിധ വകുപ്പുകൾക്ക് വാട്ടർ അതോറിറ്റിക്ക് മറ്റുമൊക്കെ എസ്റ്റിമേറ്റ് എന്ന് തരണമെന്നും അതിന് എത്രയും പെട്ടെന്ന് തരണം സർ. അതാണ് സാധാരണഗതിയിൽ അത് അവര് തന്നെ ചെയ്യാറാണ് പതിവ്. അതെ, അപ്പോൾ നമുക്ക് 2 മാസമാണ് പരമാവധി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാവരും എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി കളക്ടറേറ്റിലേക്ക് കൊടുത്ത് AS വാങ്ങുന്ന നടപടി എടുക്കേണ്ടതാണ്. നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ എത്രമാത്രമാണ് നമ്മൾ വർക്കുകൾ വെച്ചു എന്നുള്ളത്. ഏകദേശം 32 വാർഡുകൾ ആയിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നോക്കുമ്പോൾ 52 വാർഡുകളിലേക്ക് ആറ്റുകാൽ പൊങ്കാല കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ റോഡുകൾ വൃത്തിയായി കിടക്കണം. അതുപോലെ സ്വീച്ച് ലൈനുകൾ ബക്കറ്റ് ക്ലീനിങ് പൂർത്തിയാക്കണം. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. പിന്നെ ചില്ലകൾ വെട്ടാനുണ്ടെങ്കിൽ KCBയുടെ വിഷയങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റുകൾ കളക്ടറേറ്റിൽ നൽകാനുള്ളവർ അടിയന്തരമായി നൽകുക. കോർപ്പറേഷനിലെ കൗൺസിലർമാരോട് സംസാരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട സർക്കിൾ എഞ്ചിനീയേഴ്സും അത് നൽകേണ്ടതാണ്. ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറയാം. പൊതുവെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നതും ഞങ്ങളുടെയൊക്കെ ചർച്ചകളിൽ വന്ന ഒരു കാര്യം, നമ്മളിപ്പോ ഇന്നലെ ഡിസംബർ 31-ാം തീയതി തന്നെ ട്രസ്റ്റിന്റെ ചുമതലയുള്ളവരുമായിട്ട് ഒരുമിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ജനുവരി 1-ാം തീയതി തയ്യാറെടുപ്പിന് വേണ്ടി നമ്മൾ ഇരിക്കുകയാണ്. മാർച്ച് 3-നാണ് പൊങ്കാല. ജനുവരിയും ഫെബ്രുവരിയും പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഒരു കാരണവശാലും പ്രവർത്തനം ഡിലേ വരുത്താൻ പാടില്ല. ഇത്രയും നേരത്തെ ഇരുന്നത് തന്നെ പൊങ്കാലയുടെ തലേദിവസം കൊണ്ട് ടാറിങ് അവസാനിപ്പിക്കാനോ 2 ദിവസം മുമ്പ് ടാറിങ് അവസാനിപ്പിക്കാനോ, പൊങ്കാല ഇടാൻ വരുന്നവരുടെ ശരീരത്തിലും ഡ്രസ്സിലും ഒക്കെ തന്നെ ടാറ് പറ്റിപ്പിടിച്ച് പോവുക, യാദൃച്ഛ്യമായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ മഴയെ കൊണ്ടുവന്ന് ടാർ ചെയ്യുക, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല, പറ്റില്ല. അത് പൊങ്കാലയുടെ കാര്യത്തിൽ മാത്രമേ ഒരിടത്തും മഴയത്തോ ടാർ ചെയ്യുക, അവസാന നിമിഷം ബില്ല് പാസ്സാക്കുന്നതിൻ്റെ തലേദിവസം കൊണ്ടുവന്ന് ടാർ ചെയ്യുക നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ് early as possible സെക്രട്ടേറിയറ്റ് ആലോചിച്ചിട്ട് ആവശ്യമെങ്കിൽ ഒരു കട്ട് ഓഫ് ഡേറ്റിൽ നിന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ചെയ്യേണ്ട വർക്കുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കും. ഹറി ബെറിയായിട്ട് പണം ചെലവാക്കി ഏതെങ്കിലും തരത്തിൽ കാട്ടിക്കൂട്ടി ബില്ല് മാറി കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ മീറ്റിംഗ് വിളിക്കുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളിൽ മറുപടി പറയാനും ഡേറ്റ് പറയാനും. വാട്ടർ അതോറിറ്റി സൗത്ത് ഡിവിഷൻ വാട്ടർ അതോറിറ്റി എല്ലാ വർഷങ്ങളിലും 1500ഓളം താൽക്കാലിക ടാപ്പുകളും 50ഓളം ഷവറുകളും നമ്മൾ സ്ഥാപിക്കാറുണ്ട്.
അതേപോലെ തന്നെ വെൻഡിങ് പോയിന്റുകൾ സജ്ജമാക്കി കുടിവെള്ളം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റ് ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു തിങ്കളാഴ്ച തന്നെ നമ്മൾ കളക്ടറേറ്റ് എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ കഴിയും. സാർ, നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത്. ടാപ്പുകളുടെ എണ്ണം കൂടുതലൊക്കെ വേണമെങ്കിൽ നമുക്കത് കൗൺസിലർമാർ ആലോചിക്കാം. അത് ഓടിന്റെ പക്ഷെ അതിന് സമയം നമ്മൾ പരിമിതമാണ്. കോൺടാക്ട് ചെയ്യുന്നതാണ്, എല്ലാ കൗൺസിലർമാരെയും കോൺടാക്ട് ചെയ്തിട്ട് പറയാം. ഇപ്പോ ഹലോ, കൗൺസിലർമാരുടെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ എല്ലാ കൗൺസിലർമാർക്കും പൊങ്കാല വരുന്ന പ്രദേശാല കൗൺസിലർമാർക്ക് ഡയറക്ടർ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് കോപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൗൺസിലർ പറഞ്ഞത് മുഖവിലേക്ക്. കാരണം അവർക്കാണ് എവിടെയാണ് ആൾക്കാർ പൊങ്കാലയിടാൻ വരുന്നത്, എവിടെയാണ് ആവശ്യം എന്ന് അറിയാനുള്ള ജനപ്രതിനിധിത്വം. ആൾക്കാർ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഓടിയൊന്നും ഉദ്യോഗസ്ഥരുടെ അടുത്തല്ല, അവിടെ നിൽക്കുന്ന ജനപ്രതിനിധികൾ. അപ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് ടാപ്പ് വയ്ക്കും. ഈ കോൺട്രാക്ടർ ഇഷ്ടമനുസരിച്ചാണ് ടാപ്പ് വയ്ക്കുന്നതെങ്കിൽ കോൺട്രാക്ടർ സൗകര്യത്തിൽ ടാപ്പ് വയ്ക്കും. ചിലപ്പോൾ അവിടെ ആയിരിക്കില്ല പൊങ്കാല. നമ്മൾ സ്ഥിരം കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് ഇപ്പം എടുത്തിട്ടുള്ളത്. നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ ജനപ്രതിനിധിയോടുകൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ കൺവീനിയന്റ് ആയി അത് എടുക്കാം. കുറച്ച് സ്ഥലം കൂടി കൂടുതൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 വാർഡുകളും കൂടി ആൾക്കാർ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് എക്സ്ട്രാ അപ്പോൾ ആ കൗൺസിലേഴ്സോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് അഡീഷണൽ ആയിട്ട് വന്നതെന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ഈ ഫില്ല് ചെയ്യുന്നതിനുള്ള വെൻഡിങ് പോയിന്റുകൾ കുറച്ച് നമുക്ക് മാത്രമായിട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങളൊന്ന് വെള്ളമെടുക്കുന്നതിന് ആവശ്യമായ സൗകര്യത്താണ് ചെയ്തു തരണം. ക്യൂ ഇല്ലാതെ തന്നെ വാഹനങ്ങൾക്ക് വെള്ളം കളക്ട് ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കഴിഞ്ഞ തവണത്തെ പേയ്മെന്റ് നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പൊ നമ്മൾ റിലീസായി കിട്ടിയിട്ടില്ല. അതും കൂടെ ഒന്ന് കളക്ടറേറ്റ് ഇനി കുര്യാത്തി ഡിവിഷൻ ഇതിനു മുമ്പ് സാധിക്കും മാഡം. അതെ, ഞാൻ അല്ല നിങ്ങൾ ഞാൻ അന്ന് അറിയാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ പൊങ്കാലയ്ക്ക് മുമ്പ് അത് കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ആ ഒരു കാരണം പറഞ്ഞ അവസാനം കിട്ടിയില്ല എന്നത് കാരണം പറഞ്ഞിട്ട് അത് മേഡം ശ്രദ്ധിക്കണം. കാര്യം 1 വർഷമായി, 10 മാസം കൊണ്ട് നടക്കാത്ത 2 മാസം കൊണ്ട് നടക്കുന്നൊരു ആശങ്ക. ഓക്കെ, ഒന്ന് നടന്നാൽ മതി, അത് സ്പീഡാക്കിയാൽ മതി. ഡിവിഷൻ അല്ലാതെ പിന്നെ ഏതാണ് വട്ടംതൊട്ടി വരുന്ന കുടിയാത്തി വരുന്ന ഭാഗം അപ്പോൾ തന്നെയാണ് അല്ലേ? നോർത്ത് ഏരിയ വരുന്നുണ്ടോ? വരില്ല. KCBയുടെ വർക്കുകൾ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബർ മാസം മുതൽ തന്നെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 30% എത്തത്തക്ക രീതിയിലാണ് വർക്ക് അറേഞ്ചിരിക്കുന്നത്. പിന്നെ മെയിൻ്റനൻസ് വർക്കുകൾ ഞങ്ങളുടെ ചെലവിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ വരുന്നത് വെച്ചാൽ ടെമ്പററി കണക്ഷൻ വരും. അതൊന്ന് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നതനുസരിച്ച് ട്രാൻസ്ഫോമർ വെച്ച് ടെമ്പററി കണക്ഷൻ വരും. നോർമലി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാതും ഇതിനോടൊപ്പം ചെയ്തു വരും. പൊങ്കാല ഏരിയ അതിനൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു, അത് അറേഞ്ച് ചെയ്തു. അല്ല, അത് നേരത്തെ ഈ മാസം ജനുവരി 31 വർക്കെല്ലാം പോവുകയാണ്. പിന്നെ 1 മാസം നമുക്ക് കഴിഞ്ഞിട്ടല്ലേ പൊങ്കാലുള്ളൂ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചു. സാർ, നമുക്ക് ഈ മാസത്തോടെ തന്നെ ബാച്ചിലർ പേരിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വർക്ക് അറേഞ്ച് ചെയ്താൽ മതി. റണ്ണിങ് കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടേക്കും. അപ്പോൾ എന്തായാലും ഈ മാസം മുതൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 22 കിലോമീറ്റർ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഈ പൊങ്കാല വരുന്ന ഭാഗം ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഏരിയ തന്നെയാണ് ഇത്തവണ. അതെ അതെ അതെ. അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് റോഡ് പണികളുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും മെറ്റീരിയലുകൾ കൂടി കിടക്കുന്നുണ്ടെങ്കിലോ പണി സാധനങ്ങൾ എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് മാറ്റി തരണം. ആ സ്ലാബുകളൊക്കെ മെയിൻ്റനൻസ് അതൊക്കെ പഴയതൊക്കെ എടുത്തുകൊണ്ട് മാറ്റാനുള്ളതുണ്ടാവും. അതൊക്കെ ഒന്ന് ഇതിന് മുമ്പായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് തരിക.
അത് ഒരു മെയിൻ്റനൻസ് വർക്കിൽ ആണ് ഇവരെ റണ്ണിങ് കോൺട്രാക്ടിനകത്താണ് അവിടെ ചെയ്തില്ല. ശുചിത്വ മിഷൻ വന്നിട്ടുണ്ടോ? നമസ്കാരം സർ. കഴിഞ്ഞ 11 വർഷമായിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാല നടത്താറുള്ളത്. ഏകദേശം 360 മുകളിൽ ടൺ മാലിന്യം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് 60 ടണ്ണിലേക്ക് അത് ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളുടെ ഇടപെടൽ. അപ്പോൾ ഇപ്രാവശ്യവും പൂർവാധികം ശക്തമായിട്ട് തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ശുചിത്വ മിഷന്റെ ഭാഗത്തുനിന്ന് അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും പ്രധാനമായിട്ടും പ്രചരണമാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ പൊങ്കാലിടാൻ ഇവിടെ എത്തുന്നവർ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഒഴിവാക്കിക്കൊണ്ട് റീയൂസബിൾ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിനുള്ള പ്രചരണമാണ് കൂടുതലായിട്ട് ശുചിത്വ മിഷൻ ചെയ്തു വരാറുള്ളത്. ഇതുകൂടാതെ ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ്ങും ഒഫീഷ്യൽസിനുള്ള മറ്റു ഫിനാൻഷ്യൽ സപ്പോർട്ട്, പ്രചരണത്തിന് ആവശ്യമായിട്ട് നഗരസഭയുടെ ഓൺ പ്രോജക്റ്റുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് IECയുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നതിന് സാധിക്കും. വോളണ്ടിയർമാരെ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്കുള്ള പരിശീലനങ്ങൾ കൊടുക്കാൻ സാധിക്കും. തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ജോയിന്റ് ആയിട്ടാണ് അത് ചെയ്യാറുള്ളത്. ഇവിടെ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ഉണ്ട് നഗരസഭയ്ക്ക്. അവർ ശുചിത്വ മിഷൻ ജില്ലാ ശുചിത്വ മിഷനോട് ചേർന്നിട്ട് അവർ കോഴ്സ് പറയും, അവരെ ഐഡന്റിഫൈ ചെയ്യും, അവർക്ക് യൂണിഫോം കൊടുക്കും, അവരെ പ്ലേസ് ചെയ്യും എന്നുള്ള കാര്യം. മുൻ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും ഫിഷിംഗ് സ്കൂൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സേവനം ഉണ്ടാവും. പിന്നെ സാമ്പിളുകൾ സ്വീകരിച്ച് ലാബിൽ പരിശോധനയ്ക്ക് അയക്കാറുണ്ട്. ഈ വർഷം അത് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റേജ് കെട്ടിയിട്ട് കുടിവെള്ളം കൊടുക്കലും അന്നദാനം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കൂടി ആലോചിക്കണം. കാരണം നിങ്ങളുടെ ലൈസൻസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിങ്ങളുടെ ലോഗിൻ വഴി ലൈസൻസ് കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്ത് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കൂടി വെച്ചുകൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. കോർപ്പറേഷൻ വെള്ളമാണെങ്കിൽ പിന്നെ ആ ഒരു സന്നദ്ധ സംഘടനകൾ നടത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. ഒന്നും നമ്മൾ സാമ്പിൾ കളക്ട് അങ്ങനെ നോക്കും, അല്ലാതെ അവരുടെ സാമ്പിൾ നമ്മൾ അവരുടെ റിപ്പോർട്ട് നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഈ ഫുഡെല്ലാം വഴിയിൽ കൊടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ്. ഞങ്ങൾ പലരും അതിന് ലൈസൻസുകൾ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു പൊതു മാനദണ്ഡം ഈ പല പല സംഘടനകൾ കൊടുക്കുമല്ലോ വെള്ളവും ഫുഡും ഒക്കെ. അപ്പൊ എന്താ അതിന്റെ രീതിയില്ല, ഇവരൊരു ലൈസൻസ് സാധാരണ കൊടുക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് 100 രൂപയുടെ അക്ഷയ വഴി അപേക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു ഫോട്ടോ ഞാൻ ചോദിക്കുന്നത് അക്ഷയ വഴി 100 രൂപ അടച്ചു കഴിഞ്ഞാൽ ആർക്കും കൊടുക്കുമെന്നാണോ, പിന്നെ ഇന്ന കാര്യങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുമെന്നാണോ? ഇല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അതായത് അതിനൊരു മാനദണ്ഡം എന്താണ് നിങ്ങളുടെ ഒരു ലൈസൻസ് കൊടുക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ് ഞങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ്. ലൈസൻസ് കൊടുക്കുന്നതിന് ഇപ്പോൾ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അന്നദാനം പോലുള്ള ഇപ്പൊ പ്രത്യേകിച്ച് അമ്പലം, പള്ളി, ഇപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ അവർക്ക് മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഫോട്ടോയും ID പ്രൂഫും 100 രൂപ ഫീസുമാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷേ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ ആ ഒരു ഭക്ഷ്യ സ്ഥാപനം പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിപ്പോ അന്നദാനമായാലും ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായാലും അങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്നുള്ളത്. 100 രൂപ അടച്ച് അഡ്രസ്സും ആധാർ കാർഡും ഡീറ്റെയിൽസും നൽകുന്ന ആർക്കും നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവർ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിർബന്ധമാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴേക്കും അവർക്ക് മാനദണ്ഡങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കും, രേഖാമൂലം കൊടുക്കും. ഇല്ല, അത് അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രേഖാമൂലം കൊടുക്കണം. ഇപ്പോ പറയുകയല്ല, ഒരു ഒഫീഷ്യൽ സംവിധാനം കൊടുക്കുമ്പോൾ രേഖ കൊടുക്കണം. ലൈസൻസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസ് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും കൊടുക്കാറുണ്ട് വ്യക്തമായിട്ട്. പക്ഷേ രജിസ്ട്രേഷൻ പറയുമ്പോഴത്തേക്ക് അവര് നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മൾ ഇൻസ്പെക്ഷന് പോകുമ്പോഴത്തേക്കാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ സ്കോഡ് നടത്താറുണ്ട്. അപ്പൊ ആ സ്കോഡ് സമയത്ത് തന്നെ നമ്മൾ ഇത്തരം ചെറുകിട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതുമാത്രമല്ല സംഘടനകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഞാനിത് പറയുന്ന കാരണം അവസാന നിമിഷം ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാം. മനസ്സിലായി സാറേ. ചില ജംഗ്ഷനുകളിൽ കൊടുക്കുമ്പോഴേക്കും നിങ്ങളുടെ മാനദണ്ഡം പറഞ്ഞു എന്ന് പറയാം, അവരോടും പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു പ്രതിസന്ധി വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ പല പ്രതിസന്ധികളും ഞങ്ങൾ ഫേസ് ചെയ്തതാണ്. അതുകൊണ്ട് അതും കൂടെ കവർ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഇപ്പോഴേ നോക്കിപ്പോയി. റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ വർഷം പോലെ തന്നെ ഉത്സവം തുടങ്ങുന്ന ആദ്യ നാൾ മുതൽ 10 ദിവസം 2 വാഹനവും റൂമും കൺട്രോൾ റൂമും 24 മണിക്കൂറും പ്രവർത്തിക്കും. ഉത്സവത്തിന്റെ തലേന്നാണ് അന്നും ഏകദേശം 30ഓളം വാഹനങ്ങളും ഒരു 400ഓളം ജീവനക്കാർ വിവിധ സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിക്കും. പിന്നെ അതോടൊപ്പം ചാലയുടെ കുറച്ച് ഹൈഡ്രന്റ് പോയിന്റുകളുണ്ട്, ഫയർ ഹൈഡ്രന്റ് അതൊന്ന് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൂടെ ഈ
സ്വീകരിക്കണം. 22, അതെ അതെ, 30ഓളം വെഹിക്കിൾസ് ഉണ്ട്. അതെ അതെ, പ്രാവശ്യം അതുപോലെ ഉണ്ടാവും. നമ്മളത് നോക്കിക്കോളാം, നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാം. റെയിൽവേ KSRTC DMO DMO പ്രതിനിധീകരിച്ച് അഡീഷണൽ DMO ഡോക്ടർ ആനിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ട് കുത്തിയോട്ടം നടക്കാറുണ്ട്. അപ്പോൾ അതിൽ പീഡിയാട്രീഷ്യൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീം 24 മണിക്കൂറും ഉണ്ടാവും. അത് ഉത്സവത്തിന് 10 ദിവസം മുമ്പാണ് തുടങ്ങുന്നത്. പിന്നെ പൊങ്കാല ദിവസം നമ്മളിവിടെ ഒരു കൺട്രോൾ റൂം കാണും. നമ്മൾ വിവിധ ഭാഗങ്ങളിലായിട്ട് 10 പോയിന്റുകളുണ്ട്. ഇവിടെ 10 ആംബുലൻസ്, നമ്മുടേതായ ആംബുലൻസ് ഉണ്ടാവും. പിന്നെ ഉള്ളത് നമ്മൾ ബേൺസ് കെയർ സെൻ്ററുകൾ തുടങ്ങാറുണ്ട്. ഓരോ സെൻ്ററിലും 10 ബെഡ് വീതം മാറ്റി വയ്ക്കുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൂടെ നമ്മൾ ഇതിലോട്ട് ഇൻവോൾവ് ആക്കാറുണ്ട്. അടുത്തത് വന്നിട്ട് ഇതിൻ്റെ ഒരു HS ഉൾപ്പെടെയുള്ള ഒരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാട്ടർ സാമ്പിൾ പരിശോധിക്കാനും ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്തു വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ പോലെ എന്തായാലും ഉണ്ടാവും. ആംബുലൻസ് നമ്മുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇപ്പം ഡോക്ടർമാരുടെ ഒരു നിസ്സഹകരണ സമരം നടക്കുന്നു. അതൊരു ഇതായിട്ട് നിൽക്കുന്നത് തീരുമായിരിക്കും. ഇറിഗേഷൻ മേജർ ഇറിഗേഷന് ഈ ചുള്ളിയാറിൻ്റെ വേസ്റ്റ് റിമൂവലും പിന്നെ അതിലോട്ടിറങ്ങുന്ന 11ഓളം കടവുകളുണ്ട്. അത് കഴുകി വൃത്തിയാക്കലാണ് മുൻകാലങ്ങളെ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം ചെയ്യുന്നത് പുള്ളിപ്പാലം മുതൽ ഐരാണിമുട്ടുണ്ട് 11ഓളം കടവുകളുണ്ട്. പിന്നെ ഇതിലോട്ടുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തി വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിക്കുക. എടപ്പഴിഞ്ഞി ചന്തയുടെ അവിടെ മുതൽ പുള്ളിയാറില്, അത് കഴിഞ്ഞ് വന്നിട്ട് വല്യശാല കാവിൽ ദേവി ക്ഷേത്രത്തിന്റെ അവിടം വരെ മരങ്ങൾ ഒടിഞ്ഞു വീണ് വേസ്റ്റ് മുഴുവൻ അടഞ്ഞ് കിടക്കുകയാണ്. അത് മാറ്റുവാനുള്ള നടപടി ഉണ്ടാവണം. വേസ്റ്റ് മാറ്റി എവിടെ വേസ്റ്റ് എടുത്തില്ലേ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതായത് കോൺട്രാക്ടർ മറ്റു കൊടുക്കുകയാണ്. അവരുണ്ട്. നമസ്കാരം. മൈൻ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ പൊങ്കാല നടക്കുന്ന വാർഡുകളിലെ ചെറുകിട ജലസേന വകുപ്പിന്റെ തോടുകളൊക്കെ നമ്മൾ അത് എല്ലാ കൊല്ലവും പോലെ ഈ കൊല്ലവും വൃത്തിയാക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ കരിമണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആ ഗംഗാനഗർ യമുനാനഗർ ഭാഗത്തെ തോടുകൾ, പിന്നെ നമ്മുടെ കരിയിൽ തോട്, അങ്ങനെ നമ്മുടെ അമ്പലത്തിന്റെ ബന്ധപ്പെട്ട് ആ ചുറ്റുപാടുമുള്ള ഈ നമ്മുടെ പൊങ്കാല നടക്കുന്ന ഭാഗത്തുള്ള ഇതെല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഭരണാനുമതിക്ക് വേണ്ടി ഈ നെക്സ്റ്റ് വീക്കെൻഡ് സമർപ്പിക്കുന്നതാണ്. പാറ്റൂര് സ്വീറ്റ് ഡിവിഷൻ ആരാ? സിവജി ഡിവിഷനിൽ ഇപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ അറിയിപ്പ് കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ചോദിച്ചപ്പോൾ അവർ മാനുവൽ ക്ലീനിങ് ആണ് പ്രധാനമായും ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി തുടങ്ങി. അത് അടുത്ത ആഴ്ച തന്നെ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരാഴ്ച മുമ്പാണ് സാധാരണ ചെയ്യുന്നത്. അത് പറയാം, അത് സത്യപ്പെടുത്താം. എസ്റ്റിമേറ്റ് ഇപ്പോൾ തന്നെ എടുത്തിട്ട് ഇനി KRFB കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ റോഡിലുള്ള പാച്ച് വർക്ക് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു പ്രശ്നമുള്ളത് അട്ടാക്കുളത്തിൽ നിന്ന് ഇഞ്ചിക്കൽ പോകുന്ന വഴിക്ക് ഒരു സിവറേജിന്റെ വർക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ റോഡ് നമ്മൾ കാർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ ഹാൻഡ് ഓവർ ചെയ്ത് തന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ സിവറേജിന്റെ വർക്കാണ്.
PWD പറഞ്ഞ പോലെ തന്നെയാണ് വർക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കൊള്ളണം. ആ സമയത്തിന് മുമ്പായിട്ട് അത് ക്ലിയർ ചെയ്യുക. ഈ കോർപ്പറേഷന്റെ ഹെൽത്ത് പിന്നെ നമുക്ക് ഏകദേശം 57 വാർഡുകളിലാണ് ഈ പൊങ്കാല മൊത്തം വരുന്നത്. അപ്പം നേരത്തെ നമ്മൾ സെൻട്രലിസ്റ്റ് ആയിരുന്നു. ഇപ്പം ശരിക്കും ആൾക്കാർ ഈ പെരിഫറൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പൊങ്കാല ഇടുന്നത്. അപ്പോൾ അതാണ് നമുക്ക് അത്രയും വൈഡായിട്ടുള്ള ക്ലീനിങ് കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ തന്നെ ക്ലീനിങ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ ലാസ്റ്റ് പൊങ്കാല ദിവസത്തിന് മുമ്പുള്ള മുഴുവൻ ശുചീകരണ പ്രവർത്തനം കംപ്ലീറ്റ് എല്ലാം ചെയ്യുകയും അതോടൊപ്പം തന്നെ അഡീഷണൽ ആ പൊങ്കാല ദിവസം നമുക്ക് ഏകദേശം 3400 തൊഴിലാളികൾ ആവശ്യമുണ്ട്. ഈ ഡെയിലി വേസ് ആ ദിവസത്തേക്ക് 2500 ഡെയിലി വേസുകാരും ബാക്കി നമ്മുടെ തൊഴിലാളികൾ ചേർന്നാണ് മൊത്തം വന്ന് ക്ലീൻ നടത്തുന്നത്. അതിൽ പിന്നെ ഈ ഇഷ്ടിക പറക്കാൻ വേണ്ടി അഡീഷണൽ ജോലിക്കാരെ നമ്മൾ ആ ടൈമിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉള്ളത് ഇതിൽ നമുക്ക് ഏറ്റവും ഫേസ് ചെയ്യുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ ആറ്റുകാൽ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഈ ടെമ്പററി ടോയ്ലറ്റ് ഇതുവരെയും അത് സ്ഥാപിക്കാതിൻ്റെ കുറവ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തും വേണ്ടി വരും. അപ്പോൾ ടെമ്പററി ടോയ്ലറ്റ് നമ്മുടെ ഈ മൊബൈൽ ടോയ്ലറ്റ് ഇടുന്നേക്കാൾ ഗുണകരം ഈ ടെമ്പററി ടോയ്ലറ്റ് അത് സെറ്റ് ചെയ്താൽ മാത്രമേ വരുന്ന ഭക്തജനങ്ങൾ കൂടുതൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ ഈ തീർത്ഥാടകർ ഫേസ് ചെയ്യുന്ന വലിയൊരു വിഷയം ഈ ടോയ്ലറ്റ് ഇല്ലായ്മ അത് ഫേസ് ചെയ്യുന്നത്. നമ്മളിപ്പം മൊബൈൽ ടോയ്ലറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ടെമ്പററി ടോയ്ലറ്റ് ഇപ്പം തന്നെ ഏകദേശം ഡെയിലി 32,000 ഭക്തജനങ്ങളോട് അയ്യപ്പഭക്തരോട് വരുന്നുണ്ട്. അവർക്ക് ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു കുറവുണ്ട്. പിന്നെ ഈ KSEBക്കാർ ഈ മരച്ചില വെട്ടിയിടുന്നത് നമ്മൾ ക്ലീൻ ചെയ്യും. ഒരു സൈഡ് ക്ലീൻ ചെയ്യുന്നത് മരച്ചില വെട്ടിയിട്ടത്. അപ്പം ഈ വെട്ടിയിടുന്ന കോൺട്രാക്ട് തന്നെ ഇത് എടുത്ത് മാറ്റാനുള്ള ക്രമീകരണം ചെയ്യണം. സാധാരണ ഈ മെയിൻ റോഡ് വെട്ടിക്കഴിഞ്ഞാൽ അവർ പറയും അത് കോർപ്പറേഷൻകാർ മാറ്റണം പറയും. നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം. KSEBക്കാർക്ക് അറിയാം. ഈ മരം ആരുടെയാണ് അത് അവർ കൊടുക്കണമെന്നാണ്. അങ്ങനെ പക്ഷേ ഒരിടത്ത് ഇട്ട് കഴിഞ്ഞാൽ കിട്ടിക്കാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവരെടുത്ത് വൈകുന്നേരമാകുമ്പോൾ തിരിച്ച് റോഡിയിടും. അതുകൊണ്ട് അത് സൊല്യൂഷൻ കഴിഞ്ഞോളം നമ്മൾ ആലോചിച്ചായിരുന്നു. ഇത് ആ കോൺട്രാക്ടിൻ്റെ ഭാഗമായിട്ട് ഇതും കൂടി പക്ഷേ നീക്കങ്ങളിൽ കൊണ്ടിടാനൊരു സ്ഥലം ഈ കോൺട്രാക്ടർമാർ പറയുന്നുണ്ട്. അതല്ല അത് എവിടെ കൊണ്ടിടാൻ പറ്റും അവരിങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയും. കൊണ്ടിടാനൊരു സ്ഥലമില്ല. അതുപോലെ നമ്മൾ ആ ദിവസം ഈ 27 ടാങ്കറുകൾ ഉപയോഗിച്ച് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം നമുക്ക് നിലവിൽ 35 ടാങ്ക് നമുക്കുണ്ട്. അതിന് പുറമെ അഡീഷണൽ വരുന്ന ടാങ്കുകൾ നമ്മൾ കളക്ടറേറ്റ് ബന്ധപ്പെട്ടാണ് കൊടുക്കുന്നത്. നിലവിൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ 35 ടാങ്കുണ്ട് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള. ടാങ്ക് ലോറി നമ്മുടെ ഇവിടെ രജിസ്റ്റർ പ്രൈവറ്റ് വണ്ടികൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഈ ദിവസം നമ്മുടെ പൊങ്കാല കഴിഞ്ഞുള്ള വേസ്റ്റ് മാറ്റി ഇടാൻ സ്ഥലം നമുക്കില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈഞ്ചക്കൽ KSRTCയുടെ സ്ഥലമാണ് കിട്ടിയിരുന്നത്. ഏറ്റവും കൂടുതൽ സൗകര്യം അതായിരുന്നു വേസ്റ്റ് ഇടാൻ. ഇത്തവണ അങ്ങനെ ഒരു സ്ഥലം കിട്ടിയാലേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിലവിൽ ഏകദേശം 300 ടണ്ണോളം വേസ്റ്റ് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അത്രയും അന്ന് കിട്ടിയായിരുന്നു. അപ്പം പിന്നെ പ്രാദേശികമായി ചില സ്ഥലങ്ങൾ കണ്ടെത്തി HIമാർ ഇടപെട്ട് വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. പക്ഷേ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. മെയിൻ പ്രദേശം നമ്മുടെ പ്രധാന മണക്കാടായാലും ആറ്റുകാൽ ക്ഷേത്രത്തിൽ വേസ്റ്റ് ആയാലും പെട്ടെന്ന് അപ്ലോഡ് വരുന്നത് ഈഞ്ചക്കലാണ്. അപ്പോൾ അത് ഇപ്പം കിട്ടിയാൽ നമുക്ക് സൗകര്യപ്രദമായിരുന്നു. അത് ഈ ആ ഒറ്റ ദിവസത്തേക്ക് നമ്മൾ ആ ഒരു ദിവസത്തേക്ക് മാത്രം ആ ഒരു ദിവസത്തേക്ക് മാത്രം. സാർ അവിടെ ഇപ്പം നിലവിൽ നമ്മൾ ഈ മൊബൈൽ ജോലി ഇട്ടിരിക്കുന്നത്. പക്ഷെ അത് തികയുന്ന അപര്യാപ്തമാണ്. ഇപ്പം അവിടെ ഈ വരുന്ന ഭക്തർ ശരിക്കും ഓപ്പൺ ഡെഫിക്കേഷൻ നടത്തുന്നുണ്ട്. നമുക്ക് അവിടെ അതിൻ്റെതായി ക്ഷേത്രത്തിൽ അവിടെ ഈ ടോയ്ലറ്റ് ഇല്ലാത്ത വലിയൊരു വിഷയം ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടിയുടെ മൊത്തം അവിടെ നിന്ന് പാർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ടെമ്പററി ടോയ്ലറ്റ് ഒരു 60-70 ടെമ്പററി ടോയ്ലറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ പറ്റും. ഞങ്ങൾക്ക് അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി സൗകര്യമായിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ ശബരിമല സീസണിന് വേണ്ടിയിട്ട്
3 ഉള്ളതിൽ 2 മെയിൻ്റനൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3ാമത്തേന് ഒരു ചെറിയ ഡാമേജ് പറ്റി. അത് ഈ വേസ്റ്റ് റിമൂവ് ചെയ്തത് കാരണം അടിയിലാണ് അതിൻ്റെ കണ്ടെയ്നർ വന്നത്. റിമൂവ് ചെയ്തപ്പോൾ ആ ഗ്യാസ് ഫോർമേഷൻ കാരണം ആ ബിൽഡിങ്ങിന് കുറച്ച് ഡാമേജ് പറ്റി. അപ്പം അതിൻ്റെ അതിലേക്കാണ് മറ്റേ 2ാമത്തേൻ്റെയും വേസ്റ്റ് പോകുന്നത്. അപ്പം നമുക്ക് കുറച്ച് സമയത്തേക്ക് ആ 3ൽ 2 ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ വർഷമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ശബരിമല സീസണിൽ ഭക്തർക്ക് സൗകര്യം ചെയ്തിരുന്നത്. അതും ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും പൈസ വാങ്ങുന്നില്ല. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നാലും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരെണ്ണം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെയ്നർ കൊണ്ടുവരികയും അവിടെ കുടിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ നമുക്കത് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ചെയ്തത്. എങ്കിലും കുറച്ച് ആ പീക്ക് ടൈമിൽ തന്നെയാണ് നമുക്ക് ഈ പ്രശ്നം പറ്റിയത്. അല്ലാതെ അവിടെ 3 കമ്പോണൻ്റ് ആയിട്ടാണ് അതിൽ ഉള്ളത്. അതിൽ ഏകദേശം എത്ര ടോയ്ലറ്റ് വരും? 65 ടോയ്ലറ്റാണ് വരുന്നത്. കുളിക്കുന്നതിനും എല്ലാ സൗകര്യവും വളരെ നല്ല രീതിയിൽ ചെയ്ത് മെയിൻ്റനൻസ് ചെയ്ത് വന്നതായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയോണ്ടാണ് ഇപ്രാവശ്യം അത് വന്നത്. പിന്നെ പൊങ്കാല സമയത്ത് നമ്മള് ടോയ്ലറ്റ് ടെമ്പററി വെക്കുന്നുണ്ട്. അത് എത്ര എണ്ണം വെക്കുന്നുണ്ട്? മുമ്പ് തന്നെ ഇത് റെഡിയാക്കാൻ വേണ്ടി വെച്ചിരുന്നാണ്. അപ്പോഴാണ് ഒരു ബ്ലാസ്റ്റ് നടന്നത്. അതിനകത്ത് ബ്ലാസ്റ്റ് നടന്നുകൊണ്ട് നമ്മൾ അത് എന്താണെന്നെല്ലാം പരിശോധിച്ചിട്ട് ഇത് സെപ്റ്റി ടാങ്ക് അബാൻഡൻ ചെയ്തിട്ട് വേറെ പുതിയ സെപ്റ്റി ടാങ്ക് വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ ഉത്സവത്തിന് മുമ്പേ നമ്മളിപ്പം തന്നെ റെഡിയാക്കും. ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ അന്നദാനം നമുക്കിവിടെ ഒരുപാട് അന്നദാനം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഫുഡ് സേഫ്റ്റിയുടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷനുണ്ട്. അത് ആ രജിസ്ട്രേഷനിൽ നമ്മുടെ മാനദണ്ഡങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു കത്ത് കൊടുക്കുകയും അതിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ കർശനമായി പാലിക്കണമെന്നും അവർക്കൊരു അവാർഡും കൂടെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു അവാർഡും കൂടെ നമ്മൾ കൊടുക്കാമെങ്കിൽ ശരിക്കും നമുക്കൊരു ഈ ആൾക്കാരുടെ സഹകരണം കിട്ടും. ഇത് വിഷയം ഡിസ്പോസൽ ഗ്ലാസും പ്ലേറ്റും ഈ സമയങ്ങളിൽ ഒരുപാട് കൊണ്ട് ഡംപ് ചെയ്താൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ ഒരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ. കോർപ്പറേഷൻ്റെ എന്തായാലും ഫുഡ് കൊടുക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് ചോറ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബിരിയാണി കൊടുക്കുന്നു, ഫ്രൈഡ് റൈസ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ നടക്കാമല്ലോ. അവരെന്തൊക്കെ പാലിക്കണമെന്നുള്ള കോർപ്പറേഷൻ്റെ ഒരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഹെൽത്തിൻ്റെ നേരത്തെ ആരാ പറഞ്ഞ രജിസ്ട്രേഷൻ ഫുഡ് സേഫ്റ്റി കൊടുക്കുമ്പോഴേക്ക് കോർപ്പറേഷൻ്റെ ഒരു മാനദണ്ഡം ഉണ്ടാവും. ഒരിടത്ത് ഫുഡ് കൊടുക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ പാലിക്കണം. ആ ഒരു പ്രിന്റഡ് കോപ്പി ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്തൊന്ന് കൊടുക്കാൻ പറ്റിയാൽ ഇവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ വന്നുകൊണ്ട് അവർക്ക് പറ്റാത്ത സാഹചര്യമുണ്ട്. നമുക്ക് അല്ല കോർപ്പറേഷൻ കൂടെ പെർമിഷൻ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? കൗൺസിൽസിന്റെ അഭിപ്രായം എന്താ? ഞാൻ ചോദിക്കുന്നത്, അതായത് പലപ്പോഴും കഴിഞ്ഞ തവണയൊക്കെ നമ്മുടെ അടുത്ത് വന്ന ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് പലരും പറയുന്നത് അവസാന നിമിഷം വരുമ്പോഴേക്കും ഫുഡ് സേഫ്റ്റിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥന്മാരോ ഞങ്ങൾ തരും ഭക്ഷണമൊക്കെ വെച്ചതോ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇവർക്കൊരു മാനദണ്ഡം കൊടുത്തിട്ട് റിസീവ്ഡ് കോപ്പി വാങ്ങിച്ചാൽ നന്നായിരിക്കും. അത് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പ്രസ് റിലീസാക്കി നമ്മൾ ഈ ഇതിന് മുമ്പായിട്ട് ഒരു പ്രചരണം കൊടുക്കാറുണ്ട്. നമ്മൾ ഇതിന് പ്രസിദ്ധീകരണം കൊടുക്കാറുണ്ട്. അതിൽ വരുന്ന ഭക്തജനങ്ങൾ ഒരു പാത്രം കൊണ്ടുപോകണമെന്ന് പറയാറുണ്ട്. എങ്കിൽ അവരെ കൊണ്ടുവന്ന് വന്നാൽ പോലും ഇവര് ഈ റിസോഴ്സ് പ്ലേറ്റ് സൈഡ് വെച്ചിരിക്കും. അവര് പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രം കൊടുക്കത്തില്ല, ഈ പ്ലേറ്റ് കൊടുത്ത് ഭക്ഷണം കൊടുക്കത്തില്ല. നമ്മൾ അതിനുമ്പ് ഈ ഭക്ഷണം അന്നദാനം നടത്തുന്ന സംഘടനക്കാർ നമ്മളൊരു മീറ്റിംഗ് വിളിക്കണം. വിളിച്ചിട്ട് ആ മീറ്റിംഗ് വിളിച്ചിട്ട് അവരുടെ സ്ഥാനത്ത് ഈ കാര്യം പറയുകയും സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളിത് കൊടുക്കരുത്. വരുന്ന ഭക്തങ്ങൾ ഒരു പാത്രം കൊണ്ട് വരും. ആ പാത്രത്തിൽ എന്തായാലും അവർക്ക് വേറെ പാത്രം ഉണ്ടാവും ഈ വരുന്ന ആൾക്കാർ. അപ്പൊ അവരിൽ ആ പാത്രത്തിൽ ഭക്ഷണം കൊടുത്താൽ മതി. നിങ്ങൾ ഒരു കാരണത്തിൽ കൊടുക്കരുതെന്നുള്ള കർശന നമ്മൾ കൊടുക്കുകയും അതാത് വാർഡ് കൗൺസിലർമാർ ഇവരെ ഒരു മീറ്റിംഗിൽ വിളിച്ച് ആ തരത്തിലൊരു ഒരു കാര്യങ്ങൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ നമുക്കത് നേരെ കൊണ്ടുപോകും. അതോടൊപ്പം വാർഡ് കൗൺസിലറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും.
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. നമസ്കാരം, ആറ്റിങ്ങൽ വാർഡ് കൗൺസിലറാണ്. നിലവില് വാർഡില് KCBയുടെ പോസ്റ്റുകളൊന്നും കത്തുന്നില്ല സാർ. ഒപ്പം തന്നെ റോഡിന്റെ അവസ്ഥ ഭയങ്കര ഇതാണ്. റോഡ് പണി എല്ലാം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. സിവറേജിൽ നിന്ന് ഓടയുടെ ക്ലീനിങ് നടക്കാനുണ്ട്. ഓടപ്പണികളെല്ലാം പെൻഡിങ് ആണ്. ഒപ്പം തന്നെ ഈ ഡ്രെയിനേജ് ഉള്ള ഭാഗത്ത്, അതായത് TN-പുരം ആ പുത്തങ്കോട്ട് ആ സൈഡ് ഉള്ള ഭാഗത്ത് ഈ മെറ്റലൊക്കെ വെറുതെ ഇട്ടിരിക്കുന്നവർ ടാർ ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പം ഈ മെറ്റൽസ് ഒക്കെ അതിനകത്ത് ഇറങ്ങിയിട്ട് വീടുകളിൽ തിരിച്ച് വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ സ്യൂവറേജ് സെക്ഷനായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. നിലവിൽ എനിക്ക് ഇതുവരെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അവരില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യം. അതുപോലെ തന്നെ ഒരു ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് HI ചേർന്ന്. നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നേരത്തെ നമുക്ക് പൊങ്കാല എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഉത്സവമാണ്. അപ്പം അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്തുള്ള ഒരു ഡ്രൈവ്. അപ്പൊ അത് എല്ലാ റെസിഡൻസുമായിട്ട് ചേർന്നുള്ള ഒരു ഡ്രൈവിനുള്ള ഒരു പെർമിഷനും കൂടെ. ഉത്സവ മേഖലയിലെ റോഡുകൾ പ്രത്യേകിച്ച് നോക്കി അതിന്റെ കണ്ടീഷൻസ് അറിയാനായിട്ട് ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് കൗൺസിലർമാരുമായിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്ത് ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് കൊടുക്കാൻ കഴിയും. സ്ട്രീറ്റ് ലൈറ്റ് ഒരാഴ്ച സ്ട്രീറ്റ് ലൈറ്റ് നോക്കാം. 3 ഏജൻസികളെ വിളിച്ചിട്ട് ഇനി പോലീസ് കാര്യത്തില് ഈ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഈ വാറണ്ടി കാലാവധി കഴിഞ്ഞ AMC പീരീഡ് കഴിഞ്ഞത് നമ്മുടെ നഗരസഭയ്ക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഏജൻസിയായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ട് അത് അവർക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ KRP-യുടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഈ വാറണ്ടി കാലാവധി കഴിഞ്ഞിട്ട് അത് നഗരസഭയ്ക്ക് ഹാൻഡ് ചെയ്യാത്തതും KRP സ്മാർട്ട് സിറ്റി. അപ്പോൾ അതും കൂടെ ഇവിടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. നഗരസഭയുടെ ഇതിലോട്ട് വരുന്നതല്ല. KRP-യുടെ ഏകദേശം 3000 ലൈറ്റുകളുണ്ട് ടൗണിനകത്ത്. അപ്പോൾ അത് നിങ്ങൾ ആ ഏജൻസി ആയിട്ടൊന്ന് ടൈപ്പ് ഉണ്ടാക്കണം. നമ്മുടെ CCMS-ഉമായിട്ടോ ഒന്നും കണക്റ്റഡ് അല്ല. അപ്പോൾ നമ്മുടെ CCMS വെക്കാൻ വേണ്ടി പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മോണിറ്റർ ചെയ്യാൻ കഴിയും. അതിൽ വെള്ളയമ്പല ജംഗ്ഷനിലുള്ളത് ഞങ്ങളുടെ ഭാഗത്ത് വരുന്നില്ല. ഞങ്ങൾ പരാതിക്ക് ഒരുപാട് നമ്മുടെ ഓഫീസിൽ വരുന്നുണ്ട്. ഫൈനാൻസ് കോർപ്പറേഷനെയാണ്. ബാക്കി നമ്മുടെ നമ്മൾ നോക്കാം. വെള്ളം പോലീസ് ഫോർട്ടും സൗത്ത് പോലീസിന്റെ അറേഞ്ച്മെന്റ്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള സാർ, ഈ നേരത്തെ കൗൺസിലർ പറഞ്ഞ പോലത്തെ അതിൻ്റെ ഈ മരാമത്ത് വർക്കുകൾ ഒരു 10 ദിവസത്തിന് മുമ്പെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണം. അതുമാത്രമല്ല, വെഹിക്കിൾ പാർക്കിംഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വളരെ കുറവാണ്. ആറ്റിങ്ങൽ ക്ഷേത്ര ഗ്രൗണ്ടിൽ ഇപ്പോൾ അവിടെ ഈ കണ്ണകിയുടെ പ്രതിമ വരുന്നുണ്ട്. അതുപോലെ സ്റ്റേജ് വരുന്നുണ്ട്. ഏരിയ കുറവാണ്. അപ്പോൾ നമുക്കവിടെ 2 വീലർ മാത്രം അവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്കി 4 വീലേഴ്സും വലിയ വണ്ടികളും പൂജപ്പുര ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ വേറെ സ്കൂൾ കള്ളിപ്പാല സ്കൂൾ ഗ്രൗണ്ടിലോ പാർക്ക് ചെയ്തിട്ട് അവിടെ ഇലക്ട്രിക് ബസ്സോ അങ്ങനെ എന്തെങ്കിലും സംവിധാനത്തിൽ ഭക്തരെ കൊണ്ടുവന്നതായിരിക്കും നല്ലത്. ഈ എല്ലാ ദിവസവും ക്ഷേത്ര ഉത്സവം നടക്കുന്ന ദിവസമായിരിക്കും. അതാ കുറച്ച് കൺജഷൻ ഒന്ന് കുറയും. പിന്നെ അവിടെ വേറെ പ്രശ്നം സാർ, അവിടെ ഈ BSNL-ന്റെ മൊബൈൽ ടവർ വലിയ പ്രശ്നം, റേഞ്ച് കിട്ടുന്നില്ല. ഇതിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ സ്ട്രീറ്റ് വെണ്ടേഴ്സ്, അവിടെ നമ്മൾ ഈ കച്ചവടം നടത്താൻ വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് അവരെ കൊണ്ട് ലൈസൻസ് എടുപ്പിക്കുക. അതുപോലെ തന്നെ PCC എടുപ്പിക്കണം. ചെക്ക് PCC ചെക്കണം. അവരെ പേരിൽ കേസുകളൊന്നും ഇല്ലാന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത്യന്തം ആവശ്യമാണ്. കാരണം ഈ സമയത്ത് പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ ക്രിമിനൽസ് ആരെങ്കിലും വരികയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പോലീസ് പിന്നെ നാട്ടുകാർക്കും സ്ത്രീകൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നിർബന്ധമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഉത്സവ മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും. അവർ ചിലപ്പോൾ വരുന്നത് അത്ര ജില്ലയിൽ നിന്ന് വരുന്നവരുണ്ട്, മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കച്ചവടത്തിനൊക്കെ വരുന്നവരുണ്ട്. അപ്പോൾ അത് നിർബന്ധമാക്കണമെന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം കുറെ നമ്മൾ നോക്കിയിരുന്നു, പക്ഷെ എന്നാലും ചിലർ ഇല്ലാത്തവരുണ്ട്. പിന്നെ ഈ എൻക്രോച്ച്മെന്റ്, ബിസിനസ് നടത്തുന്നവര് റോഡിലേക്ക് കയറ്റി വെച്ചിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. അതൊന്നും ഒഴിവാക്കണം. നമുക്ക് ട്രാഫിക് കൺജഷൻ വരുന്നത് അതുകൊണ്ടാണ്, ബ്ലോക്ക് വരുന്നതൊക്കെ. അപ്പോൾ ഭക്തർക്ക് സ്മൂത്തായിട്ട് വരാനോ പോകാനൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ അത് എൻക്രോച്ച്മെന്റ് കർശനമായിട്ട് തന്നെ നിയന്ത്രിക്കണം. അതിന് പോലീസിന്റെ എല്ലാവിധ സഹായം ഉണ്ടാവും സാർ. പിന്നെ അതുപോലെ സിവേജ് മാനേജ്മെന്റ്, നേരത്തെ കൗൺസിലർ മാഡം പറഞ്ഞാൽ
അത് ഈ ഉത്സവ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പണി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഭക്തർക്കും ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്, ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. സാർ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല സാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമല്ല. ഓക്കെ, ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് പോലീസിന് വന്നൊരു നിർദ്ദേശം ഉണ്ടല്ലോ, ആ ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് പേർക്ക് പെർമിഷൻ കൊടുക്കാറുണ്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഒരു ഡെപ്പോസിറ്റ് അവരിൽ നിന്ന് വാങ്ങിയ ശേഷം കുറച്ച് മാർഗനിർദ്ദേശം കൊടുക്കാം. ഇപ്പോൾ പ്ലാസ്റ്റിക്, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് തുടങ്ങിയ നിബന്ധനകൾ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡെപ്പോസിറ്റിൽ നിന്ന് കട്ട് ചെയ്യുന്ന ലെവലിലേക്ക് ആലോചിക്കാം. പിന്നെ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തെരുവച്ചവടക്കാരെ ആ ഭാഗത്ത് അനുവദിച്ചാൽ മതി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, റോഡിലേക്ക് ഇറക്കി വെക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ. അപ്പൊ അമ്പലം കമ്മിറ്റി പ്രതിനിധികളും നമ്മുടെ ഹെൽത്ത് ടീമുമായിട്ട് സംസാരിച്ച ശേഷം മാത്രം തെരുവച്ചവടക്കാരെ ആ ഭാഗത്ത് അനുവദിച്ചു വരും. സൗത്തിൽ നിന്നും യൂഷ്വലി സെയിം കാര്യങ്ങൾ തന്നെയാണ്. സെയിം കാര്യങ്ങൾ തന്നെയാണ്. Main gate is the temple main gate. Last time it was a pressure point. A lot of people coming to the main gate. There is like temple like situation. That will require some help from your side. We will be giving some suggestions on how we can ensure that smooth crowd movement. That main gate area is one of the concerns, and also that queue for the darshan bar. So there is a huge queue, and people have to stand in the sunlight and very movement of the market. So that cover can be provided, and some pakka barricading can be done. So these two things will require smooth management of the crowd. That will get in touch with the provider. ഈ നേരത്തെ പോലീസിന്റെ ഭാഗത്തുനിന്ന് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ നമുക്ക് കുറച്ച് MLCP-കളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ MLCP-കളെല്ലാം പരമാവധി പാളയത്ത് 300ഓളം പാർക്കിംഗ് നമുക്ക് MLCP കഴിയും. ഇപ്പോൾ കുറേ വാഹനങ്ങൾ അവിടെ കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ ഓഫീസിൽ ഒരു 100 വാഹനങ്ങൾ കഴിയും. അതുപോലെ പുത്തരിക്കണ്ടമായിട്ടുണ്ട്. അപ്പോൾ നിയർ ബൈ ആയിട്ടുള്ള ഇത്തരം സ്ഥലങ്ങളല്ല. പിന്നെ നമ്മുടെ പൂജപ്പുര ഗ്രൗണ്ട് നമ്മൾ പുത്തരിക്കണ്ടവും വിട്ടുതരാം. അപ്പോൾ വലിയ വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്യാൻ കഴിയും. അത്യാവശ്യം എല്ലാം KSRTC ആണ്. ക്ഷേത്രത്തിലെ സെക്രട്ടറി ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റുള്ള വാർഡുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഒഴിഞ്ഞു കിടക്കുന്ന പുരയിടം കണ്ടുപിടിക്കുവാണെങ്കിൽ പാർക്കിങ്ങിന് അവര് തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ടീം ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള അടുത്തുള്ള വാർഡുകളും കൂടെ സഹകരിക്കുവാണെങ്കിൽ അവിടെ വലിയ വലിയ ബസ്സുകൾ പാർക്ക് ചെയ്ത് KSRTCയിലെ ഇലക്ട്രിക് ബസ് ഷട്ടിൽ നടത്താനായിട്ട് കഴിഞ്ഞ വർഷം അത് വിജയകരമായി നമസ്തേ, ഞാൻ നെടുങ്കാട് വാർഡ് കൗൺസിലറാണ്. KSCB കരമന സെക്ഷന്റെ കീഴിലാണ് നെടുങ്കാട് വാർഡ് വരുന്നത്. ഇപ്പോൾ 1.5 മാസം കൊണ്ട് നെടുങ്കാട് ജംഗ്ഷനിൽ സമീപ പ്രദേശങ്ങൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങൾ 7 മണിയാവുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈറ്റ് വന്നതിന് ശേഷം അതങ്ങ് ഇല്ല. 8-9 മണി വരെ ലൈറ്റ് ഇല്ലാത്ത ഒരു കണ്ടീഷനാണ്. അത് ഒരു ലൈറ്റ് ഒന്നല്ല, ഒരു ഭാഗത്തുള്ളൂ. അപ്പൊ KSCB-യുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ട്രാൻസ്ഫോമറിന്റെ ശേഷി കൂട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ്. പക്ഷെ ആറ്റുകാൽ പൊങ്കാല ഇത്രയും അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും അർജന്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായി കുറച്ചൊന്ന് സ്പീഡപ്പായി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആറ്റുകാൽ വാർഡിൽ ഇപ്പോ 6 മാസം കൊണ്ട് രാത്രി ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ല. വരുന്നത് രാവിലെ 6 മണിക്ക് ശേഷമാണ്. രാത്രി വെള്ളമില്ല, പകല് 12 മണി വരെ കാണും. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആറ്റുകാൽ ഉത്സവ സമയത്ത് ഞാൻ പറയാതെ തന്നെ അറിയാം, ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാർ ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ അവർക്ക് കുടിവെള്ളം പ്രോപ്പറായിട്ട് എത്തിക്കുന്നതിനുള്ള നടപടി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ചാല കൗൺസിലറാണ്, ബഹുമാനപ്പെട്ട മേയർ. നമ്മുടെ ഈ സ്മാർട്ട് സിറ്റി വർക്ക് ഏകദേശം പൂർത്തീകരണത്തിലേക്കാണ്. 10% എന്തോ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ അവര് ഈ വർക്ക് ചെയ്ത് പൂർത്തിയായപ്പോഴേക്കും നമ്മുടെ ആ ചെയ്ത പ്രദേശത്തൊക്കെ തന്നെ ഏകദേശം
80% കുടിവെള്ളം പൂർണ്ണമായി ഇല്ലാതിരിക്കുകയാണ്. കഴിഞ്ഞ ഏകദേശം ഒരു 4 മാസം 5 മാസമായി ഈ നമ്മുടെ സ്മാർട്ട് സിറ്റിക്കാരും അതുപോലെ തന്നെ KRFBക്കാർ നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവർ സ്മാർട്ട് സിറ്റി പറയും, സ്മാർട്ട് സിറ്റി തിരിച്ചു പറയും. അപ്പൊ ഈ വാട്ടർ അതോറിറ്റിയെ വിളിക്കുമ്പോൾ, കാരണം ഇതിന്റെ ഈ ഇലക്ട്രിസിറ്റിയുടെയും അതുപോലെ സിവിൽ വർക്ക് ഇതെല്ലാം സ്മാർട്ട് സിറ്റിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ വർക്ക് അവർ പൂർത്തീകരിക്കാതെയാണ് ഇപ്പൊ ഏകദേശം ആ ഒരു പ്രോജക്റ്റ് തീർത്തു എന്നാണ് അറിയുന്നത്. അപ്പൊ ഈ പറയുന്നത് പോലെ ഈസ്റ്റ് ഫോർട്ട്, അട്ടക്കുളങ്ങര, ചാല, കിള്ളിപ്പാലം, തമ്പാനൂര് പ്രദേശത്തൊക്കെ വളരെ വലിയ രീതിയിൽ കുടിവെള്ളം പ്രശ്നം വന്നിരിക്കുകയാണ്. അതൊന്ന്. അപ്പൊ അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കിട്ടണമെന്നാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ശൗചാലയങ്ങളുടെ വിഷയം വരുമ്പോൾ നമ്മുടെ ആ ഈസ്റ്റ് ഫോർട്ട്, തമ്പാനൂര് പ്രദേശത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഭക്തജനങ്ങൾ എത്തുന്നത്. അപ്പൊ ആ പ്രദേശത്ത് നമുക്ക് ആ പത്മനാഭ തിയേറ്ററിനടുത്തൊരു ശൗചാലയമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഈസ്റ്റ് ഫോർട്ട് ഗണപതി ക്ഷേത്രത്തിന്റെ സൈഡിൽ ആ ഹോമിയോ അതിന്റെ ആ ഭാഗത്ത് ഒരു വലിയ ശൗചാലയമുണ്ട്. അതുപോലെ നയനാർ പാർക്കിന് പുത്തിരിക്കണ്ടത്തിനകത്ത്, അതുപോലെ പുറത്ത്. അപ്പൊ ഇതെല്ലാം ചെറിയ നവീകരണങ്ങൾ മാത്രം മതിയാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഒരു ആയിരക്കണക്കിന് ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അതൊരു ഒരാഴ്ചത്തെ വർക്ക് പോലും ഇല്ല. അപ്പം അതൊന്ന് നവീകരിച്ചാൽ ക്ലിയർ ആവും. അതോടൊപ്പം തന്നെ ഈ ടോയ്ലറ്റ് നമ്മൾ വെക്കുകയാണെങ്കിലും ഈ ടോയ്ലറ്റിന് വളരെ പരിമിതികളുണ്ട്. എന്നാലും പ്രത്യേകിച്ച് ആ പ്രദേശത്തൊന്നും വീടുകളില്ലാത്തതുകൊണ്ട് ഇതുപോലെ ചാല, അതുപോലെ ഈസ്റ്റ് ഫോർട്ട് അങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ വളരെ വലിയ രീതിയിലാണ് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം കൂടെ കണ്ടെത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മരം പല സ്ഥലങ്ങളിലും നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞതോടൊപ്പം പല സ്ഥലങ്ങളിലും മരം ആകെ വിഴുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ മരം നമ്മളിപ്പോ സെക്രട്ടറിക്ക് കത്ത് കൊടുക്കാം. അപ്പൊ സെക്രട്ടറി അത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അതിനൊരു നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ വളരെ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഡ്രെയിനേജിന്റെ കാര്യവും, സാധാരണ ഡ്രെയിനേജ് ആ സമയത്താവുമ്പോൾ ആ പ്രദേശത്തെല്ലാം പൊട്ടി ഒലിച്ച് വരുന്ന ഒരു അവസ്ഥയാണ്. എല്ലാം പ്രത്യേകിച്ച് ഈ അതായത് ഉപയോഗം വളരെ വലിയ രീതിയിൽ കൂടുകയാണ്. അപ്പൊ അവർ ക്ലീനിങ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മള് കഴിഞ്ഞ ടേമിലൊക്കെ തന്നെ എഴുതി കൊടുത്ത പല വർക്കുകളും ഇപ്പൊ AS-ഉം ഏകദേശം TS ഒക്കെ ആയിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് അത്യാവശ്യമായി മാൻഹോളുകൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അതിനൊരു പരിഹാരം കൂടെ കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം അത് ഡ്രെയിനേജിന്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ആ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന്റെ ഒരു മഹത്വം അത് ഇല്ലാതായി പോകും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുക. അടുത്ത ചുരുക്കി പോയിന്റുകൾ മാത്രമേ ക്രക്സ് മാത്രം പറഞ്ഞ പോയിന്റുകൾ മണക്കാട് കൗൺസിലറാണ്. ഈ ആറ്റിയാൽ പൊങ്കാല വരുമ്പം ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഒരു വർഷത്തെ മുഴുവൻ ആൾക്കാര് വീട്ടിൽ വെച്ചിട്ട് ആ സമയമാകുമ്പോൾ കൊണ്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാണ്. അതാണ് ഇവർ എടുത്തോണ്ട് പോകുന്നത്. അത് ഇപ്രാവശ്യം വരാതിരിക്കാൻ എന്തെങ്കിലും കൗൺസിലേഴ്സ് നോക്കണം, ഉദ്യോഗസ്ഥരോട് പറയാൻ പറ്റില്ല. അത് ചെയ്യേണ്ട കൗൺസിലേഴ്സ് ജനങ്ങളോട് പറയണം. നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന വേറെ വേസ്റ്റ് ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥർ പറഞ്ഞവർ കേൾക്കുകയില്ല. ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ള അവരുടെ ജോലിയല്ല, അവരുടെ ഉദ്യോഗസ്ഥരുടെ ജോലിയല്ല അത് നാട്ടുകാരോട് പറയുന്നത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലേഴ്സ് ചെയ്യേണ്ടത് അവരവരുടെ വാർഡിൽ സരിത ഉൾപ്പെടെ വീട്ടിലിരിക്കുന്ന വേസ്റ്റിൽ കൊണ്ടിടരുത്. പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടുന്നത് അതിന്റെ വിറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അത് ഉദ്യോഗസ്ഥർ ജോലിയല്ല, അത് നമ്മൾ ചെയ്യണം. ഓക്കെ. സെക്രട്ടറി പറഞ്ഞത് കൗൺസിലേഴ്സ് മുൻകൈ എടുത്തുകൊണ്ട് ഈ അപകടം ഒഴിവാക്കാൻ കളക്ഷൻ പ്രയോഗിക്കാം. നിങ്ങൾ ജനുവരിയിൽ ഫെബ്രുവരിയിൽ വരെ വയ്ക്കുക. വച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാമല്ലോ. കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് അപ്പോൾ നമുക്ക് മാറ്റാമല്ലോ. അത് നമുക്ക് തന്നെ മുൻകൈ എടുത്ത് നിങ്ങൾ ആലോചിക്കും. ഓക്കെ. നമസ്തേ, ഞാൻ ശ്രീവരാ കൗൺസിലറാണ്. കുറ്റിക്കാട് ജംഗ്ഷൻ മുതൽ GK ഗാർഡൻസ് വരെയുള്ള PWD റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് കുറച്ച് നാളായി. നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വാർഡിലെ ഒരാൾ വീടിൻ്റെ ചിരട്ട പൊട്ടി സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയുള്ള നടപടി PWD ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ നേരത്തെ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. കുടിവെള്ളം ആ ഭാഗങ്ങളിൽ ഒട്ടും തന്നെ ഇല്ല. ഞാൻ പറയുന്നത് സംസാരിക്കുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയായിട്ട് കണക്റ്റുള്ള കാര്യം മാത്രം ഇപ്പം പറയില്ല. ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട റോഡാണ്. അതെ, അതിനു മുമ്പ് അത് മാത്രം പറയാം. മറ്റുള്ള കാര്യങ്ങളിലേക്ക്. നമസ്കാരം, ഞാൻ അമ്പലത്തറ വാർഡ് കൗൺസിലറാണ്. മൈനർ ഇറിഗേഷൻ്റെ ചെറിയ തോട് ഒഴുകുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 6 കിലോമീറ്ററോളം വരും എന്നാണ് കണക്കൂട്ടൽ. അപ്പോൾ അതൊന്ന്
ക്ലീൻ ചെയ്തിട്ട് നാളുകളായി. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇലക്ട്രിസിറ്റി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല പോസ്റ്റുകളിലും ലൈറ്റുകൾ കത്തുന്നില്ല. അത് ഈ പൊങ്കാലയുടെ ഭാഗമായിട്ട് കത്തിക്കുമോ അതോ നമ്മൾ ഓരോ നമ്പറും സെപ്പറേറ്റ് എഴുതി കൊടുക്കണോ എന്നുള്ളൂ. ഈ മൈനർ കേസ് സിമി പറഞ്ഞ താങ്കൾക്ക് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് സിമി ചോദിച്ചു പറഞ്ഞു. സിമി ഈ പറഞ്ഞ ഇതിലുണ്ട് അമ്പലത്തറ പറഞ്ഞതില്ലേ മൈനർ കേസ് നേരത്തെ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞു. ആ തോട് ഇവർ പറഞ്ഞ സിമി പറഞ്ഞതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 കിലോമീറ്റേഴ്സ് വൃത്തിയാക്കാൻ പറ്റും. അത് മഴയില്ലെങ്കിൽ പോലും നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം. ബ്ലോക്കായി കിടക്കുക. നിങ്ങൾ സംസാരിക്കുക, എത്രത്തോളം ചെയ്യാൻ സാധിക്കും നോക്കുക.